സ്വാഭാവികമായിട്ട് എൻ്റെ കൃഷിയിടത്തിൽ സംഭവിക്കുന്നതും എന്നാൽ മാവ് പൂപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിയന്ത്രിതമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് 100% ശാസ്ത്രീയമായ അറിവുകൾ മാത്രം പങ്കുവയ്ക്കുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് റിസർച്ചുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ വീട് കുട്ടനാട്ടിലാണ്. മെയ് അവസാനം തൊട്ട് ഒക്ടോബർ ചിലപ്പോൾ ഡിസംബർ വരെയും ഇതുപോലെ വെള്ളം പറമ്പിൽ പലപ്പോഴായിട്ട് കയറാറുണ്ട്. അങ്ങനെ വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ വളമിട്ടാലും അത് മാവിന് ലഭിക്കില്ല. പിന്നെ വളമിടാതെ തന്നെ ഇങ്ങനെ കയറി വരുന്ന വെള്ളത്തിൽ നിന്ന് ധാരാളം ന്യൂട്രിയൻസ് മാവിന് ലഭിക്കുന്നുമുണ്ട്. ഒക്ടോബർ മാസത്തോടെ പാടം പറ്റിക്കുമ്പോൾ പെട്ടെന്നൊരു കാലാവസ്ഥ വ്യത്യാസം ഇവിടെ രൂപപ്പെടും. മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആകും. അങ്ങനെ ഉണ്ടാകുന്ന ആ സ്ട്രെസ് ചെടിയുടെ കോശത്തിൻ്റെ ഉള്ളിലും മാറ്റങ്ങൾ വരുത്തും. ഹോർമോണൽ വ്യത്യാസം ഉണ്ടാക്കും. അതുമൂലം ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് മാവിന് പോകാനുള്ള പ്രേരണ കിട്ടും. ഇതൊന്നും ഞാൻ കൈന്നിട്ട് തള്ളുന്നതല്ല. ഇതെല്ലാം റിസർച്ച് പേപ്പറുകളിൽ ഉള്ള കാര്യം തന്നെയാണ്. മാവ് പൂപ്പിക്കാൻ വേണ്ടി വാട്ടർ സ്ട്രെസ് നൽകുന്നത് എന്നുവെച്ച് നിങ്ങൾ ഡ്രമ്മിൽ വളർത്തുന്ന മാവിന് വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജലം പൂർണ്ണമായിട്ട് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏത് വൃക്ഷമാണേലും ഉണങ്ങിപ്പോകും. ഇവിടെ എൻ്റെ മരത്തിനാണേലും ജലം ലഭിക്കുന്നുണ്ട്. സ്ഥലം കുട്ടനാടാണ്. ഏത് വേനൽക്കാലത്താണേലും ഒരു 3 മീറ്റർ താഴ്ചയിൽ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം മാവിന് ലഭിക്കുന്നുണ്ട്. അത് കിട്ടുന്ന അളവിൽ വലിയ വ്യത്യാസം വരുന്നു. അത് മാവിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് രൂപപ്പെടുത്തുന്നു. നമുക്കിതെങ്ങനെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാവിന് ഉണക്ക് തട്ടാത്ത രീതിയിൽ മാവ് പൂക്കാൻ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് മാവിന് നൽകുന്ന ജലത്തിൻ്റെ അളവ് അരയായിട്ടോ കാലായിട്ടോ നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു വാട്ടർ സ്ട്രെസ് മാവിന് രൂപപ്പെടുത്തി കൊടുക്കാനും അത് മാവിന് പൂക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കാനും കാരണമാകും. അതായത് നിങ്ങളൊരാഴ്ചയിലോ 1 മാസത്തിലോ എത്ര ലിറ്റർ വെള്ളം നിങ്ങളുടെ മാവിന് കൊടുക്കുന്നുണ്ടെന്ന് കണക്കാക്കുക. അതിൻ്റെ നേരെ പകുതിയായിട്ടോ അതിൻ്റെ നേരെ 1/4 ഭാഗമായിട്ട് കുറയ്ക്കുക. അത് മാവിന് ഉണക്ക് തട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒരു വാട്ടർ സ്ട്രെസ്സിലേക്ക് നിങ്ങളുടെ മാവ് പോകും. ഞാൻ കോമൺ ആയിട്ടൊരു അളവ് പറയാത്തതിൻ്റെ കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വ്യത്യാസമാണ്. ഓരോ സ്ഥലത്തെയും ചൂട് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ടൊരു അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രാക്ടിക്കൽ സൈഡിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.